സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പണി കഴിഞ്ഞ 20-ലധികം വർഷങ്ങളായി നിലച്ചതിന് പിന്നിൽ സ്ഥലം ഏറ്റെടുപ്പിലുണ്ടായ പ്രതിസന്ധിയായിരുന്നു. HMD, NAD കമ്പനികൾ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതോടെ പണി നിലച്ചു. റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ സ്വകാര്യ വ്യക്തികളും പ്രതിസന്ധിയിലായി. വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ പ്രദേശവാസികളിൽ പലരും ഇന്ന് ജീവനോടെയില്ല. അവരുടെ കുടുംബാംഗങ്ങൾ നിരവധി തവണ ഇവിടെ പ്രതിഷേധിച്ചിരുന്നു. 17.31 കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ മാസം സർക്കാർ ഭരണാനുമതി നൽകി. ഇവിടെ റോഡ് പൂർണ്ണമാകുമ്പോൾ പലരുടെയും ജീവിതങ്ങൾ കൂടിയാണ് പൂർണ്ണമാകുന്നത്. റോഡിന്റെ പണി പുനരാരംഭിക്കുമെന്ന് കേൾക്കുമ്പോൾ പ്രദേശവാസികൾക്ക് സന്തോഷത്തോടൊപ്പം സംശയവുമുണ്ട്. 20 വർഷമായിട്ടുള്ളൂ, ഇനിയുണ്ടല്ലോ കിടക്കുന്ന കാലം. ഇല്ല, ഒരു പ്രതീക്ഷയില്ല. HMD അല്ല, NAD പ്രശ്നമുണ്ട്. അപ്പോൾ പ്രതീക്ഷ കുറവാണ്. ഈ ന്യൂസ് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ ന്യൂസ് കേട്ടിരുന്നതാണ്. ഇപ്പം വീണ്ടും പണി തുടങ്ങുക കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ കേട്ടതായിരുന്നു. കുറേ നാട്ട് കേൾക്കുന്ന. അപ്പം തുടങ്ങുമ്പോൾ നമുക്കിനി വിശ്വസിക്കാം വരുമോ ഇല്ലയെന്ന്. ഫാക്ടിന്റെ യൂറിയ പ്രോജക്റ്റിന്റെ ഭാഗമായി ഏലൂരിൽ പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ ഫ്ലൈ ഓവർ എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. 2010 റോഡിന് കുറുകെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയതാണ്. അതിനുശേഷം നാളിതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഫാക്ടറിയിൽ നിന്നുള്ള രാസവളങ്ങളുടെ സുഗമമായ ട്രാൻസ്പോർട്ടേഷനും ഗതാഗത കുരുക്ക് ഒഴിവാക്കലുമായിരുന്നു മുഖ്യ ലക്ഷ്യം. എന്നാൽ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഏലൂർ ഫാക്ടറിനോട് ചേർന്ന് പണി പാതിയായി കിടക്കുന്ന ഫ്ലൈ ഓവർ കൊണ്ട് നാട്ടുകാർക്ക് ചില ഉപകാരങ്ങളുണ്ട്. സുരക്ഷിതമായി നിന്ന് ലോട്ടറി വിൽക്കാം. മഴയും വെയിലും കൊള്ളാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് അല്പമൊന്ന് വിശ്രമിക്കാം. പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല 15 വർഷം മുൻപ് ഇങ്ങനെയൊരു നിർമ്മിതി. ഇടപ്പള്ളി ഉദ്യോഗ് മണ്ഡൽ റെയിൽവേ പാതയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായിരുന്നു. രാസവളങ്ങളുടെയും മറ്റും സുഗമമായ ചരക്കു നീക്കം, അതിനൊപ്പം ഗതാഗത കുരുക്കിനും പരിഹാരം. എന്നാൽ ഇപ്പോൾ ഇതുകൊണ്ട് എന്തുപകാരം എന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. ഇതുകൊണ്ടൊരു ഉപകാരമില്ല. ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് മാത്രം, വെറുതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. പണിതാണ്. ഇതുവരെ അതിന് യാതൊരു ഉപകാരമൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ പല ടൂ വീലറുകാർക്കും കൂടെ കയറി നിൽക്കാം. അത് മാത്രമേ ഉള്ളൂ ഒരു ഉപകാരമായിട്ടുള്ളൂ. ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിൽക്കാം, കോട്ടൊന്നും ഇല്ലെങ്കിൽ. 2010 തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 70 വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. 70 കോടി ചെലവായി കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പണി എവിടെയും എത്തിയില്ല. ഇടപ്പള്ളിയിൽ നിന്ന് മഞ്ഞുമ്മൽ വഴിയുള്ള 5 കിലോമീറ്റർ റെയിൽപാതയുടെ ഭാഗമായിരുന്നു ഫ്ലൈ ഓവർ. മറ്റു പണികളൊന്നും തുടങ്ങും മുൻപ് തന്നെ റോഡിനു കുറുകെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയതിൽ തന്നെയുണ്ട് അപാകത.